ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കരിമീനാണ്. അപ്പോൾ ഏതൊരു ഫിഷ് വെച്ചിട്ടും ഇങ്ങനെ ഒരു ഫ്രൈ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റേഴ്സ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീഡിയോ മുഴുവനായി കാണാനും കൂടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ എടുത്ത മീൻ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, വെള്ളം 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, പകുതി നാരങ്ങയുടെ ജ്യൂസ്. ഇത്രയും ഒഴിച്ചതിന് ശേഷം ഇനി കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം മസാല തയ്യാറാക്കി എടുക്കാനേ. ഇനി ഈ മസാല നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ വേണം തേച്ച് പിടിപ്പിക്കാനേ. അങ്ങനെ മൊത്തം മസാലയും ഞാൻ മീനിലേക്ക് ഫുള്ളും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരല്പം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഈ മസാല തേച്ച് പിടിപ്പിച്ച മീൻ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. മീനിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. അപ്പോൾ മീനിലേക്ക് മസാല പിടിക്കുന്ന സമയം കൊണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വേണം ചതച്ചെടുക്കാൻ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ മസാല പുരട്ടി വെച്ച് മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ പറക്കി നിരത്തി കൊടുക്കാം. ഇനി ഈ മീനിൻ്റെ ഒരു സൈഡ് വേവുന്നതിനായിട്ട് ഏകദേശം ഒരു 4-5 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി മീൻ നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനിയാണ് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുള്ളത്. ആദ്യമായിട്ട് ചെറിയ ഉള്ളി ചതച്ചത് നമുക്കിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയിലെ അതും ചതച്ചത് നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാമേ. പിന്നെ ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതൊന്ന് മിക്സ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതും നമുക്ക് പ്രത്യേകം, അതായത് എണ്ണയിൽ കിടന്ന് മൂത്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് മീനിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്തും തീ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മീനിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉള്ളു വേവുകയും ചെയ്യൂല. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സമയം എടുത്തിട്ടാണെങ്കിലും മീൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അങ്ങനെ നമ്മുടെ കരിമീൻ ഫ്രൈ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്നാലും ഒരു പ്രാവശ്യം കൂടെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. കാര്യം മേൽഭാഗത്തും കൂടെ ഇതിൻ്റെ മസാല ഒന്ന് പിടിക്കാൻ, അതായത് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചുകൂടെ ഒന്ന് ഇടുകയാണ്. ഇപ്പം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന ഫിഷിൻ്റെ ടേസ്റ്റും ഈ രീതിയിൽ ഫ്രൈ ചെയ്യുന്ന ഫിഷിൻ്റെ ടേസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഇത് ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കിയിട്ട്
അഭിപ്രായം പറയണം. അപ്പോൾ എന്തായിരുന്നാലും ഈ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.